രാവിലെ ആടിപ്പാടി ഉല്ലസിച്ച് പോയ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ദാ ഈ കോലത്തിലായി കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആമീൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് നേരത്തെ പോകണം. അപ്പോൾ രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് അടുക്കളയിലെ പണിയെല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന് കരുതി. അപ്പോൾ ഇപ്പം തന്നെ 5:45. അപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് അമ്മ അടുക്കളയിലെ പണിയെല്ലാം തീർക്കും. അപ്പോൾ അമ്മ വേഗം തന്നെ ആമിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ടിഫിൻ പേരയ്ക്കയും പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എളുപ്പമാണല്ലോ, പെട്ടെന്ന് ഇഡ്ഡലി ആവും. പിന്നെ സാമ്പാർ ഇന്നലത്തെ തന്നെ ഉള്ളതുകൊണ്ട് വേഗം ഇഡ്ഡലി ചൂടാനായിട്ട് വയ്ക്കും. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അമ്മ രാവിലെ ചായ ഇടുന്നുണ്ട് കേട്ടോ. അമ്മ ഉള്ളതുകൊണ്ട് അമ്മ അടുക്കളക്കാരി എല്ലാം നോക്കിക്കോളാം, നീ ആമീനെ റെഡിയാക്കിയോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആമീൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അടുക്കള ഫുൾ അമ്മയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഇഡ്ഡലി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഒരു ചായ കൂടി ഇട്ടത്. അപ്പോൾ കുറച്ച് നേരം ഞാനും അമ്മയും കൂടെ ചായയൊക്കെ കുടിച്ച് കഥ പറഞ്ഞിട്ട് ഇരുന്നിട്ടാണ് ആമീനെ വിളിക്കുന്നത്. കാരണം ആമി നല്ലോണം ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ പോക്കാട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് അടുക്കളയിൽ പോയപ്പോഴത്തേക്ക് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയം കൂടെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് വന്ന് ആദ്യം തന്നെ ഞാൻ വിളക്ക് കൊളുത്തു കേട്ടോ. വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നെ ആമീനെ വിളിക്കാനായിട്ട് പോയത്. അപ്പം പ്രാർത്ഥിച്ചൊക്കെ ശേഷം ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയി നോക്കി. അപ്പോഴത്തേക്ക് അമ്മ ടിഫിനും പിന്നെ നമുക്ക് രാവിലെ കഴിക്കാനുള്ള ഇഡലിയും സാമ്പാറും ഒക്കെ നല്ല ചൂടാക്കി നല്ലോണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായി ആമീനെ അപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഒന്ന് മേല് കഴിച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ആമീൻ്റെ എന്താണ് ഡാൻസ് പ്രോഗ്രാം? ആനുവൽ ഡേ ഡാൻസ് പ്രോഗ്രാം അല്ല ആനുവൽ ഡേക്ക്. ഓക്കെ, ആമി ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആമിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിതിൽ മുളകും. നമുക്ക് ഇരിക്കല്ലേ? ഇതെന്ത് പാട്ടാ? പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ട് ഉടനാളം പൂക്കാള കൊമ്പിൽ എൻ്റെ കൂട്ടത്തിൽ ചവയ്ക്കേ പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു, പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു. സ്വരകളം പാടണ്ടേ? ഓ ബൈ. ഇനിയിപ്പോൾ ആമീസിന് റെഡി ആയിട്ട് കാണാം അല്ലേ? ലെഹങ്കയൊക്കെ ഇതിന്ന് ട്രാൻസ്ഫോർമേഷൻ ഇത് ആമി ലെഹങ്ക ഇട്ടിട്ട് അല്ലേ? അങ്ങനെ ആമീസ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു ആമീൻ്റെ ഡാൻസ് പ്രോഗ്രാമിനുള്ള ലെഹങ്ക. ഡാൻസ് അല്ലേ അല്ലേ ആമീസ്? അടിപൊളിയായിട്ട് കളിക്കൂലേ? അങ്ങനെ ഞാനും അമ്മയും ആമീസും കൂടെ താഴോട്ട് പോകണം. അപ്പോൾ അന്നേട്ടം നേരത്തെ താഴോട്ട് ഇറങ്ങി കാറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ 9:30 ഞങ്ങൾക്ക് എത്തേണ്ടത്. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി, 9:45 ആയി. പക്ഷേ കുഴപ്പമില്ല, അവിടെ ചെന്നപ്പം പ്രോഗ്രാം അവരുടെ സ്പീച്ചൊക്കെ ആയിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഒരു വിവരം അറിഞ്ഞത് ആബിക്ക് പ്രൈസ് ഉണ്ടെന്ന് റെസിറ്റേഷന്. ശരിക്കും പറഞ്ഞാൽ ആബി ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ തന്നെ അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ ഡാൻസ് പ്രോഗ്രാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സന്തോഷമുള്ള നിമിഷമാണ് ഇങ്ങനെ നമ്മുടെ മക്കൾ സ്റ്റേജിൽ കയറിയിട്ടൊരു പ്രൈസ് വാങ്ങുമ്പോൾ. അപ്പോൾ അതൊക്കെ കുറേ കുട്ടികൾക്ക് പ്രൈസ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഡാൻസ് പ്രോഗ്രാം. ಸಂಗೀತದಲ್ಲಿ ನಾದಲಹರಿ 90 ಡಿಗ್ರಿ ಸಾಂಗು ಸಿಂಗು ಸಿಂಗು ಸಾಂಗು ಸಿಂಗು ರೀ ಶೇಕ್ ಬಾಡಿ ಶೇಕ್ ಕಲ್ಲು 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 ಜಲ್ ಫುಲ್ 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 ಗಿಚ್ಕಿಟಿ ಬಿಡಿ
ഡാൻസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളൊരു 12:45 അവിടുന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല പോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒരു ബാംഗ്ലൂർ പേൾ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, ബാംഗ്ലൂർ സ്റ്റൈലാണ് അവിടുത്തെ ഫുഡല്ല. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ കയറിയേക്കാന്ന് കരുതി. കാരണം വേറെ ഇത് ദൂരെ പോകാനുള്ള ആരോഗ്യം ആർക്കും ഇല്ല, അത്രയ്ക്ക് വിശന്നായിരുന്നു. ആമിയൊക്കെ കുറേ ഡാൻസ് കളിച്ചതല്ലേ, അപ്പോഴത്തേക്ക് തളർന്നു പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തത് നോർമൽ ഫുഡ് തന്നെയായിരുന്നു. ചോറ്, ചപ്പാത്തി, പിന്നെ മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറി ആയിരുന്നു, നീർദോശ, പിന്നെ പ്രോൺസ് ബിരിയാണി. അവിടുത്തെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. കാരണം അധികം മസാലയൊന്നും ഇല്ലാത്ത നല്ല കിടിലം ഫുഡായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ആമി പകുതി ടയേർഡായി അങ്ങ് ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ കാറിൽ കയറിയത് ആവി അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അതുവരെ ടാറ്റാ ബൈ ബൈ. സ്റ്റേ ഹാപ്പി.